ആത്മീകമായി തകരാത്തിടത്തോളം ഒരു രാജ്യവും സമൂഹവും അധപ്പതിക്കുന്നില്ല. ആദ്യം ഉണ്ടാകുന്നതൊരു ആത്മീക തകർച്ചയാണ്, തുടർന്ന് ധാർമ്മിക അധപ്പതനം, അതേ തുടർന്ന് രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ. വൻപൻ രാഷ്ട്രങ്ങൾ എന്ന് പേരെടുത്ത പല രാഷ്ട്രങ്ങളും തകർന്ന് തരിപ്പണമായിട്ടുള്ളത് ഈ പറഞ്ഞ വിധത്തിലാണ്. ജീവസന്ദേശത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ അനേകം ചോദ്യങ്ങളാണ് യിരെമ്യാ പ്രവചന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം. ഉത്തരം നൽകുവാൻ സാധിക്കാത്ത ആ ചോദ്യങ്ങൾ നമ്മെയും ചിന്തിപ്പിക്കുവാൻ മതിയായവയാകുന്നു. പ്രതിവാദിക്കുവാൻ ആർക്കും സാധിക്കാത്ത വിധം ദൈവത്തിന് നമ്മോടുള്ള വിശ്വസ്തത വലിയതാകുന്നു. യിരെമ്യാ പ്രവചന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊരുമിച്ച് ശ്രദ്ധിക്കാം. ദൈവം യിരെമ്യാവിനെ വിളിക്കുകയും അവനെ നിയോഗിക്കുകയും ചെയ്യുന്ന ഹൃദയസ്പർശിയായ രംഗമായിരുന്നു യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ നാം കണ്ടത്. ചെറുപ്പത്തിൽ തന്നെ യിരെമ്യാവിനെ ദൈവം വിളിക്കുന്നതായി നാം കണ്ടു. ഒരുപക്ഷെ അന്ന് അവൻ 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവായിരുന്നിരിക്കണം. യിരെമ്യാവിനെ ദൈവം ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോൾ യഹൂദ രാജ്യം ഭരിച്ചിരുന്ന രാജാവായ യോശിയാവിനും 21 അല്ലെങ്കിൽ 22 വയസ്സ് മാത്രം പ്രായമായിരുന്നു. അങ്ങനെ ആ രാജ്യത്ത് പ്രമുഖരായ 2 യുവാക്കൾ, ഒന്ന് രാജ്യം ഭരിക്കുന്ന രാജാവ്, മറ്റേത് ദൈവത്തിൻ്റെ അരുളപ്പാട് രാജ്യത്തോട് അറിയിക്കുന്ന പ്രവാചകൻ. എത്ര നല്ല ഒരു സംവിധാനമില്ലേ? ഇങ്ങനെയുള്ള ഭരണാധിപന്മാരും സഭാ നേതൃത്വവും സമൂഹത്തിലുണ്ടായാൽ അതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട മറ്റെന്താണുള്ളത്? ദൈവം തന്നെ വിളിച്ചപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലൊരു ജോലിക്കുള്ള കഴിവോ യോഗ്യതയോ തനിക്കില്ല എന്ന് യിരെമ്യാവ് ആരംഭത്തിൽ തന്നെ വ്യക്തമാക്കി. ഒരു പ്രവാചക ശുശ്രൂഷയ്ക്കുള്ള പ്രാപ്തി തനിക്കില്ല എന്ന് തോന്നിയതിനാൽ അതൊരു ഉപാധിയായി അവതരിപ്പിച്ച് രക്ഷപ്പെടുവാൻ യിരെമ്യാവ് ചിന്തിച്ചു. എന്നാൽ ദൈവം അവനെ ധൈര്യപ്പെടുത്തി. അവനോട് പറഞ്ഞു, ദൈവം തൻ്റെ വചനങ്ങളെ യിരെമ്യാവിൻ്റെ വായിൽ കൊടുത്ത് ശുശ്രൂഷയിൽ അവനെ സഹായിക്കുമെന്ന്. യിരെമ്യാവ് പറയുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കും, തൻ്റെ സ്വന്തം അഭിപ്രായങ്ങളല്ലായിരിക്കും എന്നത് തീർച്ചയാണ്. ദൈവത്തിൻ്റെ വേലയിലായിരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട അതിമഹത്തായ ഒരു ചിന്തയാകുന്നു ഇത്. നാം നമ്മുടെ അഭിപ്രായങ്ങളും ചിന്തകളും പറഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് പ്രയോജനമൊന്നും ചെയ്യില്ല. ദൈവം പറയട്ടെ. യിരെമ്യാവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ 5 വർഷങ്ങളിൽ താൻ അറിയിച്ച ദൈവത്തിൻ്റെ വചനമാണ് 2 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത്. വേറൊരു കാര്യം കൂടി നാം ഓർക്കേണ്ടത്, യോശിയ രാജാവിൻ്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിൽ യിരെമ്യാവ് തൻ്റെ പ്രവചനം ആരംഭിച്ചതിനാൽ ഈ 2 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിലെ ദൂതുകൾ ദൈവാലയത്തിൽ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തുന്നതിന് മുമ്പ് ഉള്ള 5 വർഷങ്ങളിൽ നൽകിയതാണ്. നൂറ്റാണ്ടുകളായി കാണാതെ കിടന്നിരുന്ന ന്യായപ്രമാണ പുസ്തകം കണ്ടുകിട്ടിയത് യഹൂദയുടെ ചരിത്രത്തിലെ അതിപ്രധാന സംഭവങ്ങളിലൊന്നാണ്. യോശിയ രാജാവിൻ്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിലാകുന്നു ദൈവാലയം വെടിപ്പാക്കിയതും ന്യായപ്രമാണ പുസ്തകം കണ്ടുകിട്ടിയതും. യിരെമ്യാ പ്രവചനം 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിലെ ദൂത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയതിന് ശേഷമുണ്ടായ കാലയളവിലെ വലിയ ഉണർവിൻ്റെ സമയത്തെ ദൂതുകളാണ് 10 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നത്. ഈ ചരിത്രം പഠിക്കുമ്പോൾ നാം കാണുന്ന ഒരു യാഥാർത്ഥ്യം എന്തെന്നാൽ, ഈ പറഞ്ഞ ഉണർവ് വാസ്തവത്തിലൊരു ഉപരിപ്ലവമായ ഒന്നായിരുന്നു. കാരണം ദൈവവചനത്തിന് വലിയ ഊന്നൽ കൊടുത്തിരുന്നില്ല. ഒരു നല്ല തുടക്കം തീർച്ചയായും നാം ഇതിൽ കാണുന്നുണ്ട്. എന്നാൽ അധിക നാൾ അത് നീണ്ടു നിന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവവചനത്തിന് തക്കതായ പ്രാധാന്യം നൽകാത്ത ഉണർവ് യഥാർത്ഥ ഉണർവല്ല എന്നോർക്കണം.
ഉണർവുണ്ടാകുമ്പോൾ മനുഷ്യർക്ക് ദൈവവചനത്തോടുള്ള പ്രിയം കൂടും. ചരിത്രത്തിലെ ഈ പറഞ്ഞ സമയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ നാം പ്രവചന പുസ്തകങ്ങളോട് ചേർത്ത് ചരിത്ര പുസ്തകങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് യിരെമ്യാവിൻ്റെ ദൂത് അറിയിച്ച പശ്ചാത്തലം മനസ്സിലാക്കുവാൻ 2 ദിനവൃത്താന്തം 34 അധ്യായം കൂടി നാം ചേർത്ത് ചിന്തിക്കുന്നതാണ്. 2 ദിനവൃത്താന്തം 34 അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 2 ദിനവൃത്താന്തം 34 1ഉം 2ഉം. യോശിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. അവൻ 31 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തൻ്റെ പിതാവായ ദാവീദിൻ്റെ വഴികളിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതെ നടന്നു. യഹൂദ രാഷ്ട്രത്തിൻ്റെ സന്ധ്യ മയങ്ങുന്നേരം രാജ്യം ഭരിച്ച അനുഗ്രഹീതനായ ഒരു രാജാവായിരുന്നു യോശിയ രാജാവ്. അതും 8 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അവൻ ഭരണം തുടങ്ങി. ഇനിയും 2 ദിനവൃത്താന്തം 34 3-ാം വാക്യം നോക്കിക്കേ. അവൻ്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ അവൻ്റെ യൗവനത്തിൽ തന്നെ അവൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. 12-ാം ആണ്ടിൽ അവൻ പൂജാഗിരികളെയും അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നീക്കി യഹൂദയെയും യെരൂശലേമിനെയും വെടിപ്പാക്കുവാൻ തുടങ്ങി. യിരെമ്യാവിൻ്റെ ആദ്യത്തെ 5 വർഷത്തെ പ്രവചനം ഈ കാലയളവിലായിരുന്നു. ഇനിയും 2 ദിനവൃത്താന്തം 34 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 2 ദിനവൃത്താന്തം 34 4. അവൻ കാൺകെ അവർ ബാൽ വിഗ്രഹങ്ങളുടെ ബലിപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു. അവയ്ക്ക് മീതെയുള്ള സൂര്യസ്തംഭങ്ങളെ അവൻ വെട്ടിക്കളഞ്ഞു. അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും തകർത്ത് പൊടിയാക്കി. അവയ്ക്ക് ബലി കഴിച്ചവരുടെ കല്ലറകളിന്മേൽ വിതറിച്ചു. അവൻ പൂജാരികളുടെ അസ്ഥികളെ അവരുടെ ബലിപീഠങ്ങളിന്മേൽ ദഹിപ്പിക്കുകയും യഹൂദയെയും യെരൂശലേമിനെയും വെടിപ്പാക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ അവൻ മനശ്ശെയുടെയും എഫ്രീമിൻ്റെയും ശിമെയോൻ്റെയും പട്ടണങ്ങളിൽ നഫ്താലി വരെയും ചുറ്റിലും അവരുടെ ശൂന്യസ്ഥലങ്ങളിൽ ചെയ്തു. അവൻ ബലിപീഠങ്ങളെ ഇടിച്ച് അശേര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും എല്ലാം തകർത്ത് പൊടിയാക്കി. ഇസ്രായേൽ ദേശത്തെല്ലായിടവും സകല സൂര്യസ്തംഭങ്ങളെയും വെട്ടിക്കളഞ്ഞു യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവൻ്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം അവൻ അസല്യാവിൻ്റെ മകനായ ശാഫാനെയും നഗരാധിപതിയായ മയശേയാവയെയും യോവാശിൻ്റെ മകനായ രായസക്കാരൻ യോവാഹിനെയും തൻ്റെ ദൈവമായ യഹോവയുടെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർപ്പാൻ നിയോഗിച്ചു. ദൈവം മോശയിലൂടെ നൽകിയ ന്യായപ്രമാണ പുസ്തകം പുരോഹിതനായ ഹിൽക്കിയാവ് കണ്ടെത്തിയത് ഈ പറഞ്ഞ കാലയളവിൽ അവർ ദൈവാലയം വെടിപ്പാക്കുകയും ദൈവാലയത്തിൻ്റെ കേടുപോക്കുകയും ചെയ്തപ്പോൾ ആയിരുന്നു. ആ കാലത്ത് ഈ പുസ്തകത്തിൻ്റെ 2 പ്രതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് രാജാവിനും മറ്റൊന്ന് മഹാപുരോഹിതനും. യോശിയാവ് ഭരണമേൽക്കുന്നതിന് മുൻപേ അവൻ്റെ വല്യപ്പൻ മനശ്ശെയുടെയും അപ്പൻ ആമോൻ്റെയും വഷളായ ഭരണത്തിന് കീഴിൽ യഹൂദ ഒരുപാടങ്ങ് അധപ്പതിച്ചു പോയിരുന്നു. അവർക്ക് ദൈവവചനത്തോട് യാതൊരുവിധ താല്പര്യവും ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല, ലഭ്യമായിരുന്ന 1-2 പ്രതികൾ അവഗണിക്കപ്പെട്ടിരുന്ന ദേവാലയത്തിലെ ചവറുകൾക്കുള്ളിൽ കാണാതെ പോയിരുന്നു. എത്ര മോശപ്പെട്ട ഒരു അന്തരീക്ഷമില്ലേ? ഇന്നും ക്രിസ്തീയ സഭയിൽ ദൈവത്തിൻ്റെ വചനം നഷ്ടപ്പെട്ടിരിക്കുന്നതിനാലാണ് നാം ഈ കാണുന്ന ദുരവസ്ഥ. കുറ്റം പറയുവാൻ ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ കുറ്റമുള്ളത് കൊണ്ടല്ലേ കുറ്റം പറയുന്നത്? ദൈവഭയമില്ലാത്ത നേതൃത്വം, എങ്ങനെങ്കിലും തങ്ങളുടെ സ്ഥാനത്ത് കടിച്ചു ഞാലുവാൻ മാത്രം താല്പര്യപ്പെട്ട് സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തുന്ന നേതൃത്വം, കച്ചവട മനോഭാവത്തോടെ ക്രിസ്തീയ ശുശ്രൂഷ ചെയ്യുന്നതായ ഒരുപാട് സംഘടനകൾ, ജനത്തോടുള്ള താല്പര്യമില്ലാത്തതായ മതനേതാക്കന്മാർ, ജീവനുള്ള ദൈവത്തെ തള്ളിക്കളഞ്ഞ ജനത്തോടുള്ളതാണ് യിരെമ്യാവിൻ്റെ ആദ്യത്തെ ദൂത്. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 5 വരെയുള്ള വാക്യങ്ങൾ അതാണ് നാം കാണുന്നത്. ആത്മാർത്ഥമായ ഭാരവും അലിവും തിങ്ങി നിൽക്കുന്ന ഈ ഭാഗം പോലെ മറ്റൊന്ന് തിരുവചനത്തിൽ എവിടെയും കാണുവാൻ പ്രയാസമാണ്. തന്നെ അവഗണിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത ജനത്തോടുള്ള
ദൈവത്തിൻ്റെ ഹൃദയസ്പർശിയായ യാചനയാണ് നാം ഇവിടെ കാണുന്നത്. ആ ജനത്തിൻ്റെ ഹൃദയം തന്നിലേക്ക് തിരിക്കാത്ത പക്ഷം അവർക്ക് വരുവാൻ പോകുന്ന ഭയങ്കരമായ ദിനങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പും കുറ്റക്കാരായ ആ രാഷ്ട്രത്തോടുള്ള തൻ്റെ കൃപയും കരുണയും കൂടി കലർന്ന ഒരു ഭാഗമാണ് ഇവിടെ നാം കാണുന്നത്. ദൈവവചനത്തിലെ അതിമഹത്തായ വാദപ്രതിവാദങ്ങളിൽ ഒന്നത്രേ ഇത്. യുവാവായ രാജാവ് യോശിയാവ് ആത്മാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുകയായി. എന്നാൽ അവനെ നയിക്കുവാൻ ദൈവത്തിൻ്റെ വചനമുണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ തന്നെ വിഗ്രഹാരാധന ദൈവം വെറുത്തിരുന്നു എന്നും അത് നീക്കിക്കളയേണ്ടതാണെന്നും അവനറിയാമായിരുന്നു. ഇപ്പോൾ ഇതാ അവനൊരു യൗവനക്കാരനെ കൂട്ടുകിട്ടിയിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവപ്രവാചകൻ. അവൻ രാജാവിൻ്റെ ഈ സംരംഭത്തിൽ അവനെ സഹായിക്കും. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ, ശ്രദ്ധിച്ചാലും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിൻ്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവൻ്റെ വിളവിൻ്റെ ആദ്യ ഫലവുമാകുന്നു. അവനെ തിന്നുകളയുന്നവരൊക്കെയും കുറ്റക്കാരായിത്തീരും, അവർക്ക് ദോഷം വന്ന് ഭവിക്കും എന്നായിരുന്നു യഹോവയുടെ അരുളപ്പാട്. ദൈവം ഇവിടെ വളരെ അത്ഭുതകരമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതായി നാം കാണുന്നു. മിസ്രൈമിൽ നിന്ന് അവരെ വിളിച്ചിറക്കിയപ്പോൾ അവരുടെ ആ ബന്ധത്തിൻ്റെ ഊഷ്മളതയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാൻ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. മരുഭൂമിയിൽ അവർക്ക് മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഉണ്ടായിരുന്നു. അന്നത്തെ ആ ഭയങ്കരമായ മരുഭൂമിയുടെ അവസ്ഥയിൽ അവർ ദൈവത്തെ അന്വേഷിച്ചു. ഇപ്പോൾ യിരെമ്യാവിലൂടെ ദൈവം അവരെ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. ദൈവം ആ ജനത്തെ അനുഗ്രഹിച്ച് അവർക്ക് വളരെ നല്ല ഒരു ദേശം നൽകി. എന്നാൽ അവർ അവനിൽ നിന്നും മാറിപ്പോയി. വടക്കേ രാജ്യത്തെക്കുറിച്ച് ഹോശേയ പറഞ്ഞത്, എഫ്രയീം കൊഴുപ്പ് കൊണ്ടും ദുഷ്ടത കൊണ്ടും തടിച്ചിരിക്കുന്നു എന്നാണ്. അവരുടെ സുഖസൗകര്യങ്ങളുള്ളതും പരിഷ്കൃതവുമായ സമൂഹത്തിൽ അവർ ജീവനുള്ള ദൈവത്തിൽ നിന്നും വിഗ്രഹങ്ങളെ സേവിക്കുവാനായി തിരിഞ്ഞു കളഞ്ഞു. ഇന്നത്തെ നമ്മുടെ സമൂഹവുമായി എത്ര ഒത്തുവരുന്നതായ ഒരു ചിന്തയാണ് ഈ ജനങ്ങളുടേത്. ഇന്ന് ദൈവത്തെ വേണ്ടാത്ത, വേണമെങ്കിൽ തന്നെ തങ്ങളുടെ സൗകര്യത്തിന് മാത്രം മതിയെന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് പണമാണ് മിക്കവർക്കും ദൈവം. സമൃദ്ധിക്കു വേണ്ടിയാണ് ദൈവത്തെ വിളിക്കുന്നത് പോലും. ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഓർക്കുന്നു. ആ ജനം ദൈവത്തെ മറന്നു കളഞ്ഞു. എന്നാൽ ദൈവം അവരെ മറന്നിട്ടില്ല. നമ്മുടെ ദൈവം എത്ര കൃപാലുവാകുന്നു. അവർക്കായുള്ള അവൻ്റെ താല്പര്യം ഒന്ന് ശ്രദ്ധിച്ചാലും, ഇസ്രായേൽ ദൈവത്തിന് വിശുദ്ധ ജനമായിരുന്നു. പണ്ട് നീ എങ്ങനെയായിരുന്നു എന്ന് നീ ഓർക്കുന്നില്ലേ? നീ എനിക്കുള്ളവൻ, എനിക്കുള്ളവളാകുന്നു. നീ എന്നെ പിൻപറ്റിയിരുന്നു. നീ എന്നാൽ നടത്തപ്പെട്ടവളായിരുന്നു. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിലെ സകല വംശങ്ങളുമായുള്ളവരെ യഹോവയുടെ അരുളപ്പാട് കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് മിഥ്യാമൂർത്തികളോട് ചേർന്ന് വ്യർത്ഥന്മാരായിത്തീരുവാൻ തക്കവണ്ണം അവർ എന്നിൽ എന്തൊരു അന്യായം കണ്ടു. ഇസ്രായേലിലെ വടക്കേ രാജ്യമായിരുന്ന 10 ഗോത്രങ്ങളെ അശൂര്യർ അടിമകളായി കൊണ്ടുപോയെങ്കിലും അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ മറ്റ് ഭൂഖണ്ഡത്തിലേക്കൊന്നും പോയിരുന്നില്ല. ദൈവം സംസാരിക്കുന്നത് യാക്കോബ് ഗ്രഹത്തോടെയാണ്. ഇസ്രായേലിലെ എല്ലാ കുടുംബത്തോടും അവർ അശൂരിൻ്റെ അടിമത്തത്തിലായിരുന്നെങ്കിൽ തന്നെ ദൈവത്തിൻ്റെ ദൂത് അവരോട് ആയിരുന്നു. 5-ാം വാക്യത്തിൽ നാം അതാണ് വായിച്ചത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് മിഥ്യാമൂർത്തികളോട് ചേർന്ന് ബദ്ധന്മാരായി തീരുവാൻ തക്കവണ്ണം അവർ എന്നിൽ എന്തൊരു അന്യായം കണ്ടു. തിരുവചനത്തിലെ അതിമഹത്തായ ഒരു ഭാഗമാകുന്നു ഇതെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവം അവരെ സമീപിക്കുന്ന ആശ്ചര്യകരമായ മാർഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാലും, നിങ്ങൾ എന്നിൽ നിന്നും മാറിപ്പോകുവാൻ തക്കവണ്ണം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നാണ് ദൈവം അവരോട് ചോദിക്കുന്നത്. ഇന്ന് നമുക്ക് ദൈവത്തോട് ഭക്തിയും സ്നേഹവും ഇല്ലാതിരിക്കുവാൻ അവൻ്റെ ഭാഗത്ത് എന്ത് തെറ്റാണ് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നത്? എന്തുകൊണ്ട് നാം അവനെ ആത്മാർത്ഥമായി സേവിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല?
ദൈവത്തിൻ്റെ ഭാഗത്ത് അനീതിയുണ്ടോ? ദൈവം ഇന്നെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുവോ? അവൻ ചോദിക്കുന്നത്, നിങ്ങളുടെ പിതാക്കന്മാർ എന്നിൽ എന്തൊരു അന്യായം കണ്ടു എന്നാണ്. എന്തൊരു വിലാപമല്ലേ. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് പാഴ്നിലവും കുഴികളുമുള്ള ദേശമായ, വരൾച്ചയും കൂരിരുളുമുള്ള ദേശമായി, മനുഷ്യസഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത ദേശമായ മരുഭൂമിയിൽ കൂടി ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന യഹോവ എവിടെയെന്ന് അവർ ചോദിച്ചില്ല. ജനം ആ ദേശത്ത് കൂടി പോകുമായിരുന്നില്ല, മരുഭൂമിയിലൂടെ അതുവഴി അധികം ആരും പോകുമായിരുന്നില്ല. എന്നാൽ ആ ഭയാനകമായ മരുഭൂമിയിൽ ദൈവം ആ ജനത്തെ 40 വർഷം കാത്ത് സൂക്ഷിച്ചു. അവൻ അവർക്ക് ആവശ്യമായതെല്ലാം അവിടെ നൽകി. ദൈവം അവരെ ഓർപ്പിക്കുകയാണ്. 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ നിങ്ങളെ ഫലവത്തായൊരു ദേശത്ത് അതിൻ്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എൻ്റെ ദേശത്തെ അശുദ്ധമാക്കി എൻ്റെ അവകാശത്തെ അറുപ്പാക്കിക്കളഞ്ഞു. ദേശത്തെ അശുദ്ധമാക്കി അറപ്പാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചല്ല പ്രവാചകൻ പറയുന്നത്. ഇന്ന് അതേക്കുറിച്ചും നാം വളരെയേറെ കേൾക്കുന്നുണ്ടല്ലോ. എന്നാൽ ധാർമ്മിക അധപ്പതനവും സ്വഭാവദൂഷ്യവുമൊക്കെ എത്ര ഭയാനകമാണെന്നറിയാമോ? ഇതത്രേ ദൈവം ഇവിടെ സംസാരിക്കുന്നത്. ആ ജനം ദൈവത്തിൻ്റെ ദേശം മലിനമാക്കി. അവർ ദൈവത്തിൻ്റെ സാക്ഷികളായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. മറിച്ച് അവർ ദേശത്തെ ജനങ്ങളെപ്പോലെ ദുഷിച്ച അവസ്ഥയിലായി. ദൈവത്തിൻ്റെ സ്വന്തം ജനവും ലോകത്തിൻ്റെ പിൻപേ ഓടുന്നവരും ഒരുപോലെയായി എന്നാണ് കണ്ടത്. 8-ാം വാക്യത്തിൽ കാണുന്നത്, യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല, ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല, ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു, പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു, പ്രയോജനമില്ലാത്തവയോട് ചേർന്ന് നടന്നു. ദൈവം ഉത്തരവാദിത്വം ആത്മീയ നേതാക്കന്മാരുടെ മേലിടുന്നു. നമ്മുടെ ദേശത്തെ പ്രശ്നം ക്രിസ്തീയ സഭയിൽ തന്നെ ആകുന്നു എന്നോർക്കണം. ഉറങ്ങുന്ന ഒരു സഭ ആത്മീകമായി തകരാത്തിടത്തോളം ഒരു രാജ്യവും സമൂഹവും അധപ്പതിക്കുന്നില്ല. ആദ്യം ഉണ്ടാകുന്നത് ഒരു ആത്മീയ തകർച്ചയാണ്, തുടർന്ന് ധാർമ്മിക അധപ്പതനം, അതിനുശേഷമാണ് രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത്. വൻപൻ രാഷ്ട്രങ്ങളൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവയെല്ലാം തകർന്ന് തരിപ്പണമായിട്ടുള്ളത് ഈ പറഞ്ഞ വിധത്തിലാണ്. യഹോവ എവിടെ എന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല. ഇന്ന് ഒട്ടനേകം പേർക്കും ദൈവവചനം അറിയില്ല. അവർ വാസ്തവത്തിൽ ബൈബിൾ പഠിപ്പിക്കുന്നവരും പ്രസംഗിക്കുന്നവരും ആയിരിക്കേണ്ടതാണ്. എന്നാൽ ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ചിലർ ചിന്തിക്കുന്നു ഇയാൾക്ക് മാത്രമേ അറിയുള്ളൂ എന്ന്. ഇല്ല, എനിക്കൊന്നും അറിയില്ല. എന്നാൽ ഒന്ന് ചുറ്റുപാട് നോക്കൂ, ഇതല്ലേ അവസ്ഥ. അങ്ങനെ പറയുന്നതിൽ സങ്കടമുണ്ടെങ്കിൽ തന്നെ സത്യം അതുതന്നെയാണ്. ദൈവവചനം അറിയുവാൻ പാടില്ലാത്തതിനാൽ അവർക്ക് ദൈവത്തെ അറിഞ്ഞുകൂടാ. അറിയാമെന്ന് പറയുന്നതേ ഉള്ളൂ, എന്നാൽ അറിയില്ല. ദൈവത്തെ അറിയണമെങ്കിൽ ദൈവവചനം അറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 9-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളോട് വ്യവഹരിക്കും, നിങ്ങളുടെ മക്കളുടെ മക്കളോടും ഞാൻ വ്യവഹരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം പറയുന്നത് എത്ര ഹൃദയസ്പർശിയാകുന്നു എന്ന് വീണ്ടും ഒന്ന് ചിന്തിച്ചാട്ടെ. ഞാൻ നിങ്ങളെ കൈവിട്ടിട്ടില്ല, ഇനിയും ഞാൻ നിങ്ങളോട് യാചിക്കുവാൻ പോവുകയാണ്. അവിടുത്തെ ദീർഘക്ഷമ എത്ര എത്ര ഭയങ്കരമാണല്ലേ. 13-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. ഇസ്രായേൽ ജനം 2 ദുഷ്ടത പ്രവർത്തിച്ചിരിക്കുന്നു. ഒന്നാമത്, ജീവജലത്തിൻ്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു. രണ്ടാമതായി, അവർ തങ്ങൾക്കായി തന്നെ കിണറുകളെ കുഴിച്ചു, അതും വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകൾ. തങ്ങൾക്കായി തന്നെ എത്രയെത്ര ആളുകൾ ചെറിയ ചെറിയ കിണറുകൾ കുഴിച്ചിരിക്കുന്നു. അവർ അതിൽ നിന്നും കുടിക്കുവാൻ ശ്രമിക്കുന്നു. അതിലവർ ഒരു സംതൃപ്തിയും കാണുന്നില്ല എന്നത് ഒരു വാസ്തവമാണ്. കോടിക്കണക്കിന് ആളുകൾ ഇതുപോലെയുള്ള സ്ഥിതിയിലാണ്. വാരിക്കൂട്ടി പണവും മറ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെയും ദാഹം അതിനായിട്ട് തന്നെയാണ്.
പേരിനും പെരുമയ്ക്കും സുഖത്തിനുമായുള്ള മനുഷ്യൻ്റെ ഓട്ടവും ഇതുപോലെ തന്നെയാണ്. അതവർക്ക് യാതൊരു സംതൃപ്തിയും നൽകുന്നില്ല. അവരുടെ പിന്മാറ്റത്തെക്കുറിച്ച് പറഞ്ഞ് ദൈവം ഈ ജനത്തോട് ഇടപെടുവാൻ പോവുകയാണ്. 19 വാക്യം ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. 19 വാക്യം: ആ നദിയിലെ വെള്ളം കുടിപ്പാനോ? നിന്റെ ദുഷ്ടത തന്നെ നിനക്ക് ശിക്ഷയും നിന്റെ വിശ്വാസത്യാഗങ്ങൾ നിനക്ക് ദണ്ഡനവുമാകും. അതുകൊണ്ട് നീ നിന്റെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതും എൻ്റെ ഭയം നിനക്കില്ലാതെ ഇരിക്കുന്നതും എത്ര ദോഷവും കയ്പും ആയുള്ളതെന്ന് അറിഞ്ഞ് കണ്ടുകൊള്ളുക എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. 3 അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്മാറ്റത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് നാം കാണുവാൻ പോകുന്നത്. ബൈബിളിൽ മറ്റെല്ലാ ഭാഗത്തും കൂടി പിന്മാറ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അത്രയും പ്രാവശ്യം യിരെമ്യാ പ്രവചനം 3 അധ്യായത്തിൽ മാത്രം പറഞ്ഞിട്ടുണ്ട് എന്നാണ് പല ചിന്തകന്മാരും മനസ്സിലാക്കുന്നത്. അത് എത്ര വലിയൊരു വിഷയമാകുന്നു എന്ന് താങ്കൾക്ക് മനസ്സിലാകും. 2 അധ്യായത്തിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് വിഗ്രഹാരാധനയെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്. 3 അധ്യായത്തിൽ അത് തുടരുന്നതും കാണുന്നു. ഈ ഭാഗം മുഴുവൻ ഞാൻ വായിക്കുവാൻ ഇപ്പോൾ പോകുന്നില്ല. നിങ്ങൾ തന്നെ അത് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്താലും പഠിക്കുവാൻ സമയമെടുത്താണ്. യിരെമ്യാ പ്രവചനം കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അത് താങ്കൾക്ക് എത്ര പ്രധാനപ്പെട്ടതാകുന്നു എന്ന് ഗ്രഹിക്കുവാൻ കഴിയും. ജീവനുള്ള ദൈവത്തെ അംഗീകരിക്കാതെ തള്ളിക്കളയുന്ന മനുഷ്യൻ എപ്പോഴും തനിക്ക് തന്നെ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കും. അതില്ലാതെ ആരും ജീവിക്കുന്നില്ല. തനിക്ക് തന്നെ മനുഷ്യനൊരു ദൈവത്തെ ഉണ്ടാക്കുമ്പോൾ തൻ്റെ സൗകര്യത്തിന് തനിക്കിഷ്ടമുള്ളതുപോലെ ആയിരിക്കും അവൻ അത് ഉണ്ടാക്കുന്നത്. തങ്ങൾക്കായി ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ കഴിയുന്ന വിധത്തിൽ ലളിതമായിരിക്കും അത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ വഷളായ പ്രകൃതത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമായിരിക്കും അവനുണ്ടാക്കുന്ന അവൻ്റെ ദൈവം. ഇന്ന് നാം കാണുന്ന ദൈവങ്ങൾ അതെന്തുമായിക്കൊള്ളട്ടെ, എല്ലാം ഈ പറഞ്ഞതുപോലെ ആകുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഒരു രൂപം മാത്രമല്ല. പിന്നെയോ നമ്മുടെ പണത്തോടുള്ള ആർത്തി ആയിക്കൊള്ളട്ടെ, പ്രസിദ്ധിയോടുള്ള ആർത്തി ആയിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിലെ സുഖസൗകര്യങ്ങളോടുള്ള ആർത്തി ആയിക്കൊള്ളട്ടെ, അത്യാഗ്രഹം വിഗ്രഹാരാധന പോലെയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ജീവനുള്ള ദൈവവുമായി താങ്കളുടെ ബന്ധം എത്രമാത്രം ദൃഢമാണ്? അതോ സ്വന്തം താല്പര്യപ്രകാരം സ്വന്തം സൗകര്യത്തിനുണ്ടാക്കുന്ന ദൈവങ്ങളാകുന്നുവോ നിങ്ങൾക്കുള്ളത്? കർത്താവായ യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന സ്നേഹവാനായ പിതാവ് നമ്മെ യേശുവിനോട് അനുരൂപപ്പെടുന്നത് വരെയും വളർത്തിക്കൊണ്ടുവരുന്ന ആ നല്ല സ്വഭാവത്തിലേക്ക്, ആ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കുന്ന, സമൃദ്ധമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു പിതാവാണ്. നമ്മുടെ പിതാവാണ് ദൈവം. അവനെയാണ് നാം ആരാധിക്കേണ്ടത്. അവനെ ആരാധിക്കുന്നത് ഒരിക്കലും പ്രയാസമുള്ളതല്ല. പിന്നെയോ ഏറ്റവും സന്തോഷമുള്ളതാണ്, സംതൃപ്തി നൽകുന്നതാണ്. യിരെമ്യാവിൻ്റെ ജനത്തിന് പറ്റിയ അബദ്ധം ആ ദൈവത്തെ തള്ളിക്കളഞ്ഞതായിരുന്നു. എന്നിട്ട് അവർ തങ്ങൾക്ക് തോന്നിയതിനെയൊക്കെ ഉണ്ടാക്കി. അവരുടെ സമയവും അവരുടെ ആരോഗ്യവും അവർക്കുണ്ടായിരുന്ന എല്ലാം അതിൻ്റെ പിൻപേ കളഞ്ഞു. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഈ സ്നേഹവാനായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഇടിവ് സംഭവിച്ചിട്ടുണ്ടോ? എങ്കിൽ ഹൃദയംഗമായി ദൈവസന്നിധിയിൽ അത് ഏറ്റുപറയുമ്പോൾ ദൈവം താങ്കളെ അവൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിച്ച് അവിടുത്തെ മാറോടണച്ച് ആശ്ലേഷിക്കും. അതിനേക്കാൾ വലുത് എന്താണ് നമുക്ക് ഈ ആയുസ്സിൽ വേണ്ടത്? ദൈവാനുഗ്രഹം പ്രാപിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരും. താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇല്ല എങ്കിൽ ഇന്ന് തന്നെ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് അടുത്തു വരിക. നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളെ മനഃപൂർവ്വമായി ഏറ്റുപറയുക. യേശുവിനോട് അനുരൂപമായി ജീവിക്കുവാനായി, അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക. അവനെ മനസ്സിലാക്കുക. അവനോടൊരുമിച്ച് മുൻപോട്ട് പോകാൻ സമർപ്പിക്കുക. ഈ ലോകത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും അതിനുശേഷമേ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് പ്രയോജനം ചെയ്യൂ. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക്
ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വസ്തതയും ആവോളം അനുഭവിച്ച ജനം തന്നെ വിട്ടുപിരിയുമ്പോഴുള്ള ദുഃഖം ദൈവം മറച്ചു വയ്ക്കുന്നില്ല. മറ്റനേകം ഗുണങ്ങളുണ്ടെങ്കിലും ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന കുറ്റം എഫേസോസിലുള്ള തൻ്റെ സഭയെ ഓർമ്മിപ്പിക്കുകയും മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ അവരെ ദൈവം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു. നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു.